ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ പേ ലേറ്റർ. പാലക്കാട് കോൺഗ്രസ് നേതാവ് പ്രക്ഷോഭിനെതിരായ ലൈംഗിക പരാതിയിലൂടെ നടപടി വേണമെന്ന് പാലക്കാട് NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ. പാലക്കാട് മണ്ഡലത്തിൽ ഒരു മാങ്കൂട്ടമല്ല പല മാങ്കൂട്ടങ്ങൾ ഉണ്ടെന്നതിന്റെ തെളിവാണിത്. പ്രക്ഷോഭിനെതിരെ കേസെടുത്ത് അറസ്റ്റ് ചെയ്യണം. നടപടി ഉണ്ടായില്ലെങ്കിൽ കുറ്റക്കാരൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങില്ല. നാണമുണ്ടോ കോൺഗ്രസിന്? വോട്ട് പിടിക്കാനുള്ള സമയം നഷ്ടമായാലും വേണ്ടില്ല. നടപടി വൈകിയാൽ പ്രചാരണം നിർത്തിവെച്ച് SP ഓഫീസിലേക്ക് പ്രതിഷേധം നടത്തുമെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. പാലക്കാട് നിയോജക മണ്ഡലത്തിൽ ഒരു മാങ്കൂട്ടമല്ല ഒരുപാട് മാങ്കൂട്ടങ്ങൾ ഉണ്ടായിരുന്നു എന്നതിൻ്റെ ഏറ്റവും അവസാനത്തെ തെളിവാണ് ഇന്ന് പുറത്തു വന്നിട്ടുള്ള റിപ്പോർട്ട്. ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. പാലക്കാട് നിയോജക മണ്ഡലത്തിൽ ഇവിടെ വേദന അനുഭവിക്കുന്ന കണ്ണീർ ഒരു സ്ത്രീയുടെ വീഴ്ത്തിയിട്ടുണ്ടെങ്കിൽ അവനെ അകത്താക്കാൻ ഏതറ്റം വരെയും പോകാൻ ഞാൻ ഒരു സ്ഥാനാർത്ഥി എന്നുള്ള മാനദണ്ഡങ്ങളൊന്നും നോക്കാൻ പോകുന്നില്ല. ഈ പരാതി പെൺകുട്ടി കൊടുത്തതിന് ശേഷം ഇപ്പം നമ്മൾ ഇദ്ദേഹം പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത്, ഞാൻ പാലക്കാടിൻ്റെ SP ഒന്ന് കാണുന്നുണ്ട്. എന്തുകൊണ്ടാണ് പരാതി കൊടുത്ത് ഇത്ര സമയമായിട്ടും അവനെ അറസ്റ്റ് ചെയ്യാത്തത്? എന്ത് കരാറിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലെ പോലീസ് അധികാരികൾ ഒരു പെൺകുട്ടിയെ മോശമായി നോക്കിയാൽ, ഒരു സ്ത്രീയെ അപമാനിക്കാൻ ശ്രമിച്ചാൽ നിലനിൽക്കുന്ന നിയമപ്രകാരം അവർക്കെതിരെ സ്വമേധയാ കേസെടുക്കാൻ വകുപ്പും നിയമവുമുള്ള ഈ കേരളത്തിൽ ഇവിടെ ആരെയെങ്കിലും ഭയപ്പെട്ടിട്ടാണ് പോലീസ് അധികാരികളുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു സമീപനം ഉണ്ടായിട്ടുള്ളതെങ്കിൽ ഞാൻ അറിഞ്ഞത് ആ കുട്ടി ഇതിനു മുൻപും മാധ്യമ സുഹൃത്തുക്കൾ അറിയാതെ പോലീസ് അധികാരിയെ കണ്ടു എന്നാണ്. അത് ശരിയാണ് എങ്കിൽ ആ പോലീസ് അധികാരികളുടെ മുൻപിൽ സമര പോരാട്ടവുമായിട്ട് വരാൻ ഇവിടെ പാലക്കാട് ശോഭാ സുരേന്ദ്രൻ ഉണ്ട് എന്നുകൂടി ഓർമ്മപ്പെടുത്താൻ ഞാൻ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുകയാണ്. 10 വോട്ട് പിടിക്കലിനേക്കാൾ എനിക്ക് ഏറെ വലുതാണ് ഒരു പെൺകുട്ടിയുടെ മാനം. അതും ഈ പാലക്കാട് നിയോജക മണ്ഡലത്തിനകത്ത് ഞാൻ ഇവിടെ ജീവനോടെയുള്ളപ്പോൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറുപടി ഇവിടുത്തെ പോലീസ് അധികാരി പറയേണ്ടി വരും എന്നുകൂടി പറയാൻ ഞാൻ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുകയാണ്. മറ്റ് കേസിന്റെ മരണങ്ങൾ പാലക്കാടുണ്ട്. ഒളിത്താവളങ്ങൾക്കകത്ത് മാങ്കൂട്ടങ്ങളുണ്ട്. ഈ ഒളിത്താവളങ്ങൾക്കകത്ത് സാധാരണക്കാരായ പാവപ്പെട്ട ഏതെങ്കിലും ഒരു സ്ത്രീയെ, കാരണം 2 നേതാക്കന്മാർ സ്ത്രീകളുടെ കണ്ണീര് കേരളത്തിന്റെ മണ്ണിൽ വീഴ്ത്തിയതിനു ശേഷം സുഖമായിട്ട് MLA-മാരായിരിക്കുന്ന ഒരു നാട്ടിലാണ് ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നതെങ്കിലും ഇത് തീക്കളിയാണ് എന്ന് സൂചിപ്പിക്കാൻ ഈ അവസരത്തെ ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. നാണമുണ്ടോ ഈ പ്രസ്ഥാനത്തിന്? നാണമുണ്ടോ നിങ്ങൾക്ക്? എന്താണ് കേരളം കാണുന്നത്? ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. .view ന്യൂസ്. കാഴ്ചകളാണ് ലോകം. കണ്ടു തുടങ്ങുക.